നമ്മുടെ എക്സൽ VBS ട്രെയിനിങ് വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഹെഡ് ഓഫീസ് നടത്തിയ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. ധാരാളം പേര് പങ്കെടുത്തു. മുൻ വർഷങ്ങൾ അധികമായി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ 2025 VBS വളരെ അനുഗ്രഹങ്ങളായി തീരട്ടെ. ധാരാളം കുഞ്ഞുങ്ങളെ നേടിയെടുക്കുവാൻ ഈ ട്രെയിനിങ് കാരണമായി തീരും. നടത്തി സംഘടിപ്പിച്ച ഇതിന് സംഘാടകർക്ക് എല്ലാവിധമായ നന്ദി അഭിനന്ദനം അറിയിക്കുന്നു. വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്ത് ഇവരെ സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു തുള്ളി ഒന്ന് കാണാൻ പറ്റാത്ത നിലയിൽ മുറുക്കിക്കെട്ടുക, എന്നിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൊടുത്ത്, പേപ്പറൊന്നും വേണ്ട, കുഴപ്പമില്ല, കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് തട്ടി വീഴാതെ ഏറ്റവും ആദ്യം എത്തുന്ന ടീമിന് കിട്ടുന്നത് 1000 പോയിന്റ് ആണ്. ഏത് ടീമാണ് കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? അപ്പോൾ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ടീമിനെ തെറ്റിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കണ്ണ് കെട്ടി വരുന്ന നിങ്ങളുടെ ടീമിന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് സ്റ്റേജിലെത്തുന്നത് ആരാണ്? ഒന്ന് കറക്കി വിടൂ സൂസൻ സിസ്റ്റർ, ഒന്ന് കറക്കി. യെസ്, ആ കരങ്ങളെ ഒന്ന് തട്ടി തുടങ്ങുമ്പോൾ ആരാണ് കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് ഈ സ്റ്റേജ്? യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്, ആരാണ് ആദ്യം? കൈപിടിക്കരുത്. യെസ്, കൊള്ളാം. ദൂരെ നിന്ന് പറഞ്ഞാൽ മതി, അടുത്ത് നിന്ന് പറയണ്ട, അങ്ങോട്ട് മാറി പറഞ്ഞാൽ മതി. യെസ്, ആദ്യം ആരാണ് സ്റ്റേജിലേക്ക് കൃത്യമായിട്ട്? യെസ്, എവിടെയാണ് എത്തുന്നത്? കൃത്യം ലക്ഷ്യസ്ഥാനത്ത് ആരെത്തും? ആര് കൃത്യസ്ഥാനത്തെത്തും? ആദ്യം ആരാണ് കൃത്യസ്ഥാനത്ത്? നല്ലൊരു കയ്യടി. യെസ്, ഇവിടെ പല ആൾക്കാരും ഈ സഹോദരിയെ തെറ്റിക്കാൻ നോക്കിയിട്ടും കൃത്യമായി ലിസൺ ചെയ്ത് ഇവിടെ എത്താൻ നമ്മുടെ വണ്ടർ ഗേൾസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെ, യഥാർത്ഥമായ ആ സെൻസ് ചെയ്ത് കൃത്യമായി പോകുന്നവർക്ക് എവിടെ എത്താൻ പറ്റും? യെസ്, ഈ ടീമിന് കിട്ടുന്നു 1000 പോയിന്റ്. വണ്ടർ ഗേൾസ്. 2025 നടത്തപ്പെട്ട ഈ എക്സൽ മിനിസ്ട്രീസിൻ്റെ ഈ ട്രെയിനിങ് വളരെ അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഇതിൽ പങ്കെടുക്കുവാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ വർഷത്തെ ഈ പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. എക്സൽ മിനിസ്ട്രി എല്ലാ പ്രവർത്തകർക്കുമുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷത്തിനെക്കാളും ശരിക്കും കൂടെ നല്ലതായിട്ട് പഠിക്കാൻ പറ്റിയ നല്ല പാട്ടൊക്കെയാണ്. സോങ് ഒക്കെ ആയാലും ഡാൻസ് ആക്ഷൻ സോങ് ആയാലും വളരെ നല്ലതാണ്. താങ്ക് യു. കഴിഞ്ഞ വർഷത്തെക്കാട്ട് ഇഷ്ടമായി. നല്ലതായിരുന്നു, നല്ല പാട്ട്, നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റി, അതിൽ ഇൻവോൾവ് ആകാൻ പറ്റി. ദൈവം സഹായിച്ചു. അതിൻ്റെ പിന്നെ പ്രവർത്തി എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അടിപൊളി. ആ വഴിയോ ഈ വഴിയോ ഇത് എന്നെ കൊല്ല പോ, നേർ വഴിയോ പെരുവഴിയോ ഇത്
ഇത് എങ്ങോട്ടാണപ്പോ ആ വഴിയോ ഈ വഴിയോ ഇത് എന്നെ പൊല്ലപ്പോ നേർവഴിയോ പെരുവഴിയോ ഇത് എങ്ങോട്ടാണപ്പോ ദിശ തെറ്റാറോടാൻ നേർവഴിയെ പോകാൻ ജീസസ് ആയി കാട്ടും ക്രോസ് ദിശ തെറ്റാറോടാൻ നേർവഴിയെ പോകാൻ ജീസസ് ആയി കാട്ടും ക്രോസ് जाना है मुझे यीशु के भवन में, रहना है मुझे यीशु के साथ में। खुशी आई आनंद आनंद यीशु के घर में, वहाँ नाचेंगे गाएंगे खुशियाँ मनाएंगे यीशु के घर में। वहाँ खुशी आई आनंद आनंद यीशु के घर में, वहाँ नाचेंगे गाएंगे खुशियाँ मनाएंगे यीशु के घर में। Same action, one more time. ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ട്രെയിനിങ് ആയിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നല്ലതായിരുന്നു. അത് പാട്ടൊക്കെ വേഗം പഠിക്കാനൊക്കെ പറ്റിയോ? പാട്ട് പഠിപ്പിക്കുന്ന സമയത്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും കുറെ കൂടെ പ്രാക്ടീസ് വേണ്ട ഒരു ആക്ഷൻ സോങ്ങും ഒക്കെ കഴിഞ്ഞ വർഷത്തെക്കാളും നല്ലതാണോ? ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ VBS ട്രെയിനിങ് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എങ്കിലും വ്യത്യാസമായിരുന്നോ? നല്ല വ്യത്യാസം, നല്ലൊരു അനുഭവമായിട്ട് തോന്നി. പിന്നെ ഗൈഡിനകത്ത് കാണിച്ചിരിക്കുന്ന ആ സിലബസിലെ ആ രീതികളൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. വായിച്ച് നോക്കിയിട്ടുള്ളപ്പോൾ കുറെ കൂടെ കൊച്ചുകുട്ടികൾക്ക് ഇതായിട്ടുള്ള എളുപ്പമായിട്ട് പഠിക്കും. ചിൽഡ്രൻ സെന്റേർഡ് ആയിട്ടുള്ള തീമുകളും പരിപാടികളായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ 2025 ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ആദ്യമായിട്ടാണോ ട്രെയിനിങ് പങ്കെടുക്കുന്നത്? ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെയല്ല, വയനാട്ടിൽ. വയനാട്ടിൽ നമ്മുടെ ഒരു 10ാം ക്ലാസ് തൊട്ട് പഠിപ്പിച്ചിരുന്നു. 4 കൊല്ലം പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിങ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ആക്റ്റീവാണ്, എനർജറ്റിക് ആണ്. പാട്ടും ആക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എക്സൽ VBS ആ ഒരു കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ തന്നെയാണ് എല്ലാ പ്രാവശ്യവും. ഞാൻ VBSന് പോകാൻ തുടങ്ങിയ കാലം തൊട്ടേ എക്സലിന്റെ സോങ്സ് എല്ലാം ഒരു കാറ്റഗറിയാണ്. കയറി വേദനയോടെ പത്രോസച്ചായൻ യേശു വന്നു തൻ സവിധേ എന്നിട്ടായി ചൊല്ലി വല ആഴത്തിൽ വീശുക നീ, എന്നിട്ടായി ചൊല്ലി വല ആഴത്തിൽ വീശുക നീ. അയ്യയ്യോ നാഥ, ഞാൻ രാവു മുഴുവനും അധ്വാനിച്ചു, എന്നിട്ടും ഒന്നുമേ കിട്ടിയതില്ലല്ലോ. എന്നാലും നിന്നാമത്തിൽ വല വീശാമിന്നൊരു നാളിൽ, എന്നും ഒഴിഞ്ഞു താൻ വല വീശിയല്ലോ. അയ്യയ്യോ എന്തൊരത്ഭുതം, ഒടുവിലത ചാകരയെ